നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. തോട്ടം തൊഴിലാളികൾക്ക് വർദ്ധിപ്പിച്ച കൂലി നൽകാനാകില്ലെന്ന് ഉടമകൾ. കൂലി വർദ്ധിപ്പിക്കാൻ സമ്മതിച്ചത് തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ. കൂട്ടിയ കൂലി നൽകാതെ തോട്ടം നടത്താൻ അനുവദിക്കില്ലെന്ന് തൊഴിൽ മന്ത്രി. സർക്കാർ തോട്ടം മുതലാളിമാരുമായി ഒത്തുകളിക്കുന്നുവെന്ന് VS. തോട്ടം മുതലാളിമാർ പ്രസ്താവന തിരുത്തി. കോൺഗ്രസിലെ പരസ്യ പ്രസ്താവനകൾക്ക് ഹൈക്കമാൻഡിന്റെ വിലക്ക്. വിമതർക്കെതിരായ നടപടി പുനഃപരിശോധിക്കില്ലെന്ന് VM സുധീരൻ. കുതിര കച്ചവടത്തിനില്ല. കണ്ണൂർ കോർപ്പറേഷനിൽ ലീഗ് സമ്മർദ്ദം കടുപ്പിക്കുന്നു. പാരീസ് അക്രമകാരികളിൽ ഒരാളെ തിരിച്ചറിഞ്ഞു. ഫ്രഞ്ച് പൗരൻ ആക്രമണത്തിൽ പങ്കാളിയെന്ന് പോലീസ് നിഗമനം. ആക്രമണത്തിന് ഉപയോഗിച്ച കാറും തോക്കുകളും കണ്ടെത്തി. തുർക്കിയിലും IS ആക്രമണം. PC ജോർജിനെ അയോഗ്യനാക്കിയതിനോട് വിയോജിച്ച് മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ. രാജിവെച്ച ശേഷം അയോഗ്യനാക്കിയത് ശരിയായില്ല, കേട്ടുകേഴ്വിയില്ലാത്ത നടപടിയെന്ന് കോടിയേരി. വിമർശിക്കുന്നത് നിയമം അറിയാത്തവരെന്ന് സ്പീക്കർ. ISL നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ഗോൾ മഴയിൽ മുക്കി ബ്ലാസ്റ്റേഴ്സ്. Against them, Dagnall trying to rub salt into the wounds here with another one. It is Dagnall. Two in a minute. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജയം 1-നെതിരെ 4 ഗോളുകൾക്ക്. ക്രിസ് ഡാഗ്നലിന് ഇരട്ട ഗോൾ. സർക്കാരുമായുണ്ടാക്കിയ ധാരണയിൽ നിന്ന് തോട്ടം ഉടമകൾ പിന്മാറുന്നു. കഴിഞ്ഞ PLC യോഗത്തിൽ അംഗീകരിച്ച തോട്ടം മേഖലയിലെ കൂലി വർധനയും ബോണസും അംഗീകരിക്കാനാകില്ലെന്ന് തോട്ടം ഉടമകൾ അറിയിച്ചു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ നടത്തിയ അഭ്യർത്ഥന പ്രകാരമാണ് കഴിഞ്ഞ യോഗത്തിൽ കൂലി വർധന അംഗീകരിച്ചത്. ഇത്രയും വലിയ കൂലി വർധന അംഗീകരിച്ചാൽ തോട്ടം മേഖല അടച്ചുപൂട്ടേണ്ടി വരുമെന്നും ഏത് തരം സമരവും നേരിടാൻ തയ്യാറാണെന്നും തോട്ടം ഉടമകൾ പ്രഖ്യാപിച്ചു. അതേസമയം സമരം ശക്തമാക്കുമെന്നും സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് സമരം മാറ്റുമെന്നും പൊമ്പിള ഒരുമയെ അറിയിച്ചു. തേയില പ്ലാന്റേഷൻ മേഖലയിൽ 232 രൂപയിൽ നിന്ന് 301 രൂപയായും റബ്ബർ മേഖലയിൽ 268 രൂപയിൽ നിന്ന് 382 രൂപയായും മിനിമം കൂലി വർദ്ധിപ്പിക്കാൻ മൂന്നാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഒക്ടോബർ 14 ചേർന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗം തീരുമാനിച്ചിരുന്നു. ബോണസ് 20% ഉയർത്താനും യോഗത്തിൽ തീരുമാനമായി. എന്നാൽ ഈ തീരുമാനം നടപ്പാക്കാനാകില്ലെന്നാണ് തോട്ടമുടമകളുടെ നിലപാട്. ഇക്കാര്യം ലേബർ കമ്മീഷണറെ അറിയിച്ചതായി തോട്ടമുടമകൾ വെളിപ്പെടുത്തി. നാളെ PLC യോഗം കൂടാനിരിക്കെയാണ് തോട്ടമുടമകൾ നിലപാട് കടുപ്പിച്ച് രംഗത്ത് വന്നത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ നടത്തിയ സമ്മർദ്ദം മൂലമാണ് കൂലി വർധന അംഗീകരിച്ചതെന്ന് തോട്ടമുടമകളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് പ്ലാന്റേഴ്സ് ഓഫ് കേരള ചെയർമാൻ C വിനയരാഘവൻ പറഞ്ഞു. കൂലി വർധന അംഗീകരിച്ചാൽ കേരളത്തിലെ തോട്ടങ്ങൾ പൂട്ടിപ്പോകും. ഏതുതരം സമരത്തെയും നേരിടാൻ തോട്ടമുടമകൾ തയ്യാറാണെന്നും വിനയരാഘവൻ വ്യക്തമാക്കി. മൂന്നാറിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ ഇതെല്ലാം ഒന്ന് കടന്നു പോകാൻ വേണ്ടി ഒരു വേതനം പറഞ്ഞതാണ്. അത് വ്യവസായത്തിന് ഈ പറഞ്ഞ മേഖലയിൽ, ഈ പറഞ്ഞ പ്ലാന്റേഷൻ മേഖലയ്ക്ക് എടുക്കാൻ പറ്റാത്ത ഒരു വർധനമായിട്ടാണ് കാണുന്നത്. തേയിലയ്ക്കും റബ്ബറിനും വൻ വിലയിടിവാണ് നേരിടുന്നത്. ഉൽപ്പന്നങ്ങൾക്ക് വില വർധനയുണ്ടായാൽ കൂലി വർധന നടപ്പാക്കാൻ തോട്ടമുടമകൾ തയ്യാറാണ്. അല്ലെങ്കിൽ ഇളവുകൾ സംബന്ധിച്ച് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ അംഗീകരിക്കണം. ഇക്കാര്യത്തിൽ യുക്തമായ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്നും വിനയരാഘവൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം കഴിഞ്ഞ PLC യോഗ തീരുമാനത്തിൽ നിന്ന് തോട്ടമുടമകൾ പിന്നോട്ട് പോയാൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് പെമ്പിളൈ ഒരുമ പ്രതിനിധികൾ അറിയിച്ചു. ഈ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയാണ് ഇവർ തന്ത്രപൂർവ്വം ഞങ്ങളെ ഈ സമരം പിൻവലിക്കാൻ വെച്ചത്. പക്ഷേ ഇനി ഇതിലൊരു മാറ്റം കൊണ്ടുവന്നാൽ, ഇതിലൊരു മാറ്റം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് ഞങ്ങൾ വരും. അവിടെ കിടന്ന് ഞങ്ങൾ മരിക്കും. അവിടെ ഞങ്ങൾ സമരം ചെയ്യും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. തോട്ടമുടമകൾ നിലപാട് മാറ്റി. സർക്കാർ പറയുന്ന ദിവസം മുതൽ പുതുക്കിയ ശമ്പളം നൽകുമെന്ന് തോട്ടമുടമകൾ. തോട്ടം നടത്തിപ്പിലെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. PLC യോഗത്തിലെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് C വിനയരാഘവൻ പറഞ്ഞു. ഞങ്ങളും സർക്കാരായിട്ട് ഒരു യുദ്ധത്തിലും ഇല്ല. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ ചീഫ് മിനിസ്റ്റർ യൂണിലാറ്ററലായിട്ട് അനൗൺസ് ചെയ്തു 301, 382 എന്ന്. ഞങ്ങൾ മിനിറ്റ്സ് ഒപ്പിട്ടു. ഞങ്ങൾ ശമ്പളം കൊടുക്കും. തീർച്ചയായിട്ടും ഞങ്ങളുടെ അസോസിയേഷൻ മെമ്പേഴ്സ് ഈ പറഞ്ഞ ശമ്പളം തീർച്ചയായിട്ടും സർക്കാർ പറയുന്ന ദിവസം തൊട്ട് ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങും. പക്ഷേ എത്ര കാലത്തേക്ക് അത് തള്ളിപ്പോവും എന്നുള്ളൊരു കാര്യം കണ്ടെന്നെ അറിയണം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, ജേക്കബ് ജോർജ്, AK ബാലൻ, ജോസഫ് C മാത്യു, ലിസി, സണ്ണി തുടങ്ങി വിനയരാഘവൻ തുടങ്ങി വിവിധ മേഖലകളിൽപ്പെട്ടവർ പ്രതികരിക്കുന്നു. ആദ്യം ശ്രീ ചന്ദ്രശേഖർ, രാവിലെ പറയുന്നു ഈ കൂലി കൊടുക്കാനാകില്ല എന്ന്, വൈകിട്ട് പറയുന്നു ഞങ്ങൾ കൊടുക്കാം, പക്ഷേ സർക്കാർ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം എന്ന്. എന്തിനാണ് ഈ ആശയക്കുഴപ്പം എന്നാണ് താങ്കൾ അനുമാനിക്കുന്നത്? ആശയക്കുഴപ്പം എഗ്രിമെന്റ് ഒപ്പിട്ടാൽ പാടില്ല. അങ്ങനെ എഗ്രിമെന്റ് ഒപ്പിട്ടാൽ ആശയക്കുഴപ്പം വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബ്രീച്ച് ഓഫ് എഗ്രിമെന്റ് അല്ലെങ്കിൽ എഗ്രിമെന്റ് ലംഘനമാണ്, കരാർ ലംഘനമാണ്.
കരാർ ലംഘനം വന്നാൽ അതിന്റെ നടപടി ഗവൺമെന്റ് നോക്കിക്കോളൂ. ഗവൺമെന്റാണ്, ഈ മുഖ്യമന്ത്രിയാണ് ഇതിൽ കരാറിന് മുൻകൈ എടുത്തതും നടപ്പാക്കിയതും അദ്ദേഹമാണ് പ്രഖ്യാപിച്ചതും. മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും അതിന് അധികാരമുണ്ട് ഇതെന്ത് വേണമെന്നുള്ളത്. ഇപ്പോഴിത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. വിനയരാഘവൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു, ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ്. അല്ല, ഉദ്ദേശിച്ചത് എങ്ങനെയായാലും ശ്രീ ആർ ചന്ദ്രശേഖർ, രാവിലത്തെ വാർത്താ സമ്മേളനം താങ്കളും കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വൈകുന്നേരം ടെലിവിഷൻ ചർച്ചകളിൽ അദ്ദേഹം നിലപാട് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഒക്ടോബർ 15-ന്റെ തീരുമാനം പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഫലമായിട്ടായിരുന്നു. പ്രശ്നം തീർത്തു പോകാൻ, ആ വിഷയത്തിൽ നിന്ന് കടന്നു പോകാൻ ഒരു വേതനം പറഞ്ഞു പോയതാണ്. അത് നടപ്പാക്കാനാകില്ല എന്ന നിലപാടാണ് രാവിലെ എടുത്തത്. ഈ ഒക്ടോബർ 15-ന് പൂച്ചകളെപ്പോലെ ഇരുന്ന പ്ലാന്റേഷൻ ഉടമകൾ ഇപ്പോൾ പുലികളാകുന്നു. എന്തുകൊണ്ട്? അത് ഗവൺമെന്റ് നേരിട്ടുകൊള്ളും. ഗവൺമെന്റിന് അതിനുള്ള ശക്തി ഉണ്ടാകും. എന്താ തീരുമാനം എന്ന് വെച്ചാൽ അത് നടപ്പാക്കി. അന്നത്തെ ആ സമരങ്ങളുടെ പശ്ചാത്തലങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ഒരു സ്ത്രീ തൊഴിലാളികൾ പെട്ടെന്ന് സമരരംഗത്തേക്ക് വരുന്നു, യൂണിയനുകളെ ധിക്കരിക്കുന്നു, യൂണിയനുകളെ ഒഴിവാക്കുന്നു, സമരങ്ങളിലേക്ക് വരുന്നു. ആ സമരങ്ങളെല്ലാം ഗവൺമെന്റ് ഇടപെടുന്നു, ട്രേഡ് യൂണിയനുകൾ മാറി നിൽക്കുന്നു. മുഖ്യമന്ത്രിയും തൊഴിൽ മന്ത്രിയും പോയി എറണാകുളത്ത് വെച്ച് അത് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുന്നു. അതിനുശേഷം ബോണസ് കൊടുക്കുന്നു. ബോണസിന്റെ തീരുമാനം കഴിയുമ്പോൾ കൂലിയെ സംബന്ധിച്ച ഒരു ധാരണ, ഒരു പ്രതീക്ഷ എല്ലാവരിലും വളരുന്നു. ആ തീരുമാനത്തിന് നടപ്പാക്കാൻ കഴിയാതെ വരുമ്പോൾ കേരളമാസകലം സമരം പടർന്നു പന്തലിക്കുന്നു. ട്രേഡ് യൂണിയനുകൾ സമരം ഏറ്റെടുക്കുന്നു. ആ സമരം അതൊക്കെയാണ് സംഭവിച്ചത്. ദയവായി തുടരുക. ശ്രീ AK ബാലൻ, ഗവൺമെന്റിന് ശക്തി ഉണ്ടാകണം എന്നാണ് ആർ ചന്ദ്രശേഖരൻ പറയുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കടന്നു കിട്ടുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ തന്ത്രം. ഇപ്പോൾ ഞങ്ങൾക്ക് കൂലി കൊടുക്കാൻ കഴിയില്ല, വർദ്ധിപ്പിച്ച കൂലി കൊടുക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്നാണ് പ്ലാന്റേഷൻ ഉടമകൾ വിശദീകരിക്കുന്നത്. ഈ സർക്കാരിനെ വേണമെങ്കിൽ ഒന്ന് പേടിപ്പിച്ച് നിർത്താം എന്ന് ഈ പ്ലാന്റേഷൻ ഉടമകൾ ഇപ്പോൾ കരുതുന്നുണ്ടോ? തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ട സർക്കാരല്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഉള്ള സർക്കാർ എന്ന് പ്ലാന്റേഷൻ ഉടമകൾ മനസ്സിലാക്കുമ്പോൾ സമ്മർദ്ദം ചെലുത്തിയാൽ, ഒന്ന് അമർത്തി ചവിട്ടിയാൽ ഈ സർക്കാർ വഴങ്ങുമെന്ന് അവർ കരുതുന്നുണ്ടോ? ഇത് രാവിലെ മിസ്റ്റർ വിനയരാഘവൻ പറഞ്ഞത് വിനയായി എന്ന് തോന്നിയതിന്റെ ഭാഗമായി അദ്ദേഹം ഇപ്പൊ തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നം ഇനി ഇല്ല. അതുകൊണ്ട് ആ എഗ്രിമെന്റ് പ്രകാരം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർക്കിത് നടത്തിക്കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ അത് തൊഴിലാളിക്ക് വിട്ടുകൊടുത്താൽ പോരെന്ന്. ഭൂപരിഷ്കരണ നിയമപ്രകാരം 15 ഏക്കറിന് അപ്പുറമുള്ള ഭൂമി പ്ലാന്റേഷന്റെ നിർവചനത്തിൽപ്പെടുത്തി എക്സംഷൻ കിട്ടിയത് എങ്ങനെയാ? അത് ഈ മുതലാളിമാർക്ക് മൂലധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, തൊഴിലാളികളുടെ ജീവിത സുരക്ഷിതത്വവും തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും തൊഴിലാളികളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുമാണ് ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂപരിധിക്കപ്പുറം 15 ഏക്കറിനപ്പുറം പ്ലാന്റേഷൻ ആണെങ്കിൽ എത്ര 1000 ഏക്കർ ഭൂമിയും വെക്കാം എന്ന് ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതി വന്നത് ഇവർക്ക് ക്യാപിറ്റൽ ഉണ്ടാക്കാനല്ല, മൂലധനം ഉണ്ടാക്കാനല്ല. നിർഭാഗ്യവശാൽ ഇത് തൊഴിലാളികളെ പഠിപ്പിക്കുന്നതിലും തൊഴിലാളികളെ ബോധ്യപ്പെടുത്തുന്നതിലും കേരളത്തിലെ എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്കും ട്രേഡ് യൂണിയനുകൾക്കും ഏറ്റക്കുറച്ചിലോടുകൂടി പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവാണിത്. ഞാൻ ചോദിക്കട്ടെ, നാളികേര കൃഷിക്കാരൻ 15 ഏക്കറും കഴിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ വിട്ടുകൊടുത്തിട്ടില്ലേ ഗവൺമെന്റിന്? എന്താ തോട്ടത്തിനത് ബാധകമാകാത്തത്? ഇതിന്റെ ഭാഗമായി ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, 5 ലക്ഷം ഏക്കറിൽ കൂടുതൽ പ്ലാന്റേഷൻ ഭൂമി അനധികൃതമായി ഈ പ്ലാന്റേഷൻ ഉടമകൾ കൈവശം വെച്ചിട്ടുണ്ട് എന്ന് സംസ്ഥാന ഗവൺമെന്റ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് IG ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. 2 ഇപ്പോഴുള്ള പാലക്കാട് കലക്ടർ മേരി, ഞാൻ നിയമസഭയിൽ കൊണ്ടുവന്ന ഈ നമ്മളെ കരുണ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ നടത്തിയ അന്വേഷണത്തിൽ അത് അനധികൃതമാണ് ആ സ്വത്ത് കൈവശം വെച്ചത് എന്നുള്ളതിന്റെ റിപ്പോർട്ട്, നിവേദിത പി ഹരന്റെ റിപ്പോർട്ട്. അതിന്റെ ഭാഗമായി 100 കണക്കിന് പ്ലാന്റേഷൻ ഉടമകൾക്ക് ഇപ്പൊ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ആ സമയത്ത് ഇവർക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഈ ഭൂമി ഗവൺമെന്റ് പിടിച്ചെടുക്കണം. 5 ലക്ഷം ഏക്കർ ഭൂമി നിയമപരമല്ല, നിയമവിരുദ്ധമായിട്ടാണ് കൈവശം വെച്ചിട്ടുള്ളത് എന്നതാണ് താങ്കളുടെ കാഴ്ചപ്പാട്. ശ്രീ ആർ ചന്ദ്രശേഖരൻ, നേരത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദനും ഈ ഭൂമി ഇവർക്ക് നടത്താൻ ബുദ്ധിമുട്ട്, ഈ ഭൂമിയിൽ പ്ലാന്റേഷന് ഇവർക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ അത് ഗവൺമെൻറ് തിരിച്ചെടുക്കണം, ഇത് ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ
നിലപാട് മാറ്റിയിരിക്കുന്നത്. എൻ്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് വിജയം, ഒന്നുകിൽ LDFനെ രാഷ്ട്രീയമായി ആയുധം ഇട്ടുകൊടുക്കുക എന്നുള്ളതായിരിക്കണം പ്ലാന്റേഷൻ ഉടമകൾ വിചാരിച്ചിട്ടുണ്ടാവുക ഈ ഗവൺമെൻറ് ഒന്ന് ചവിട്ടുന്നതിലൂടെ. അല്ലെങ്കിൽ ഒന്ന് ഞെരിച്ചാൽ ഈ ഗവൺമെൻറ് ദുർബലമാണ്, ഇപ്പോൾ പിടിച്ചാൽ കിട്ടും എന്ന് കരുതിയിട്ടുണ്ടാവും. ഇതിലേതാണ്? ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല, പ്രായോഗികമല്ലല്ലോ. AK ബാലൻ പറഞ്ഞതുപോലെ കേരളത്തിലെ പ്ലാന്റേഷൻ മേഖലയെക്കുറിച്ച് ആലോചിച്ച് ചെന്നാൽ അതിനൊരു പരിഹാരം ഇപ്പോഴൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് കോടതിയും നിയമവ്യവസ്ഥിതികളും ഒക്കെയായി കുരുങ്ങി മറിഞ്ഞു കിടക്കുന്ന പ്ലാന്റേഷൻ മേഖലയിലെ ആ പ്രശ്നങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഞാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി ഒപ്പിട്ട കരാറ് ഇവർ മാന്യമായി നടപ്പാക്കുക. അതിന് ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചാൽ അത് തക്കതായ നടപടിയെടുക്കാൻ ഗവൺമെന്റിന് ആരോഗ്യമുണ്ടാകണം. ആ ഗവൺമെന്റ് അത് ചെയ്തേ പറ്റൂ. ചെയ്തില്ല എങ്കിൽ വലിയ ദുരന്തമുണ്ടാകും. വലിയ രീതിയിൽ അതിന് ഗവൺമെന്റ് മറുപടി പറയേണ്ടി വരും. അതിനൊന്നും ഒരു സംശയമില്ല. കാരണം എഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ നടപ്പാക്കണം. എഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ നടപ്പാക്കണം എന്ന് പറയുന്നത് ഒരു വിനയരാഘവന്റെയോ പ്ലാന്റേഷൻ ഉടമകളുടെയോ ഒന്നും ഔദാര്യമല്ലല്ലോ ശ്രീ ആർ ചന്ദ്രശേഖർ. മിനിറ്റ്സും രേഖകളും ഒക്കെയുള്ള ഒരു തീരുമാനം, അതും PLC യോഗത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. അതൊന്നും നടപ്പാക്കാൻ ഉടമകൾ ബൈൻഡിങ് ആണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ ഇളവുകൾ വേണം, നികുതി ഇളവുകൾ വേണം, DA വർധനവാണ് നാളത്തെ PLC യോഗത്തിൻ്റെ അജണ്ട, അത് അട്ടിമറിക്കണം. അപ്പോൾ ഈ സർക്കാരിനെ ഒന്ന് കുലുക്കി നോക്കുകയാണ് ഉടമകൾ. അല്ല, അതൊക്കെ നടക്കുന്ന സർക്കാർ നാളത്തെ ചർച്ചയിൽ PLC യോഗത്തിൽ ഗവൺമെന്റിനെതിരെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പൊ ഗവൺമെന്റ് പ്രതികരിക്കണം. ഇതൊക്കെ നടക്കുന്ന ഒരു സർക്കാരാണ് എന്ന് മനസ്സിലാക്കുന്ന പ്ലാന്റേഷൻ ഉടമകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ശ്രീ ആർ ചന്ദ്രശേഖർ, നിങ്ങൾ ട്രേഡ് യൂണിയനുകൾക്ക് മാത്രമേ വിവരമുള്ളൂ എന്നൊന്നും വിചാരിക്കല്ലേ. നല്ല വിവരമുള്ള ആളുകളാണ് പ്ലാന്റേഷൻ ഉടമകൾ. അവർ വിചാരിക്കുകയാണ് ഇപ്പൊ ഇതിനെ പിടിച്ചാൽ കിട്ടുമെന്ന്. വിവരം കൂടിപ്പോയാൽ അത് വിവരദോഷമായി മാറിപ്പോകും. കാരണം രാവിലെ PLCയുടെ യോഗത്തിന്റെ തലേ ദിവസം വിനയരാഘവനെ പോലെ പരിചയസമ്പന്നനായ ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ എടുത്തിട്ടാൽ അതിലൊന്നും ട്രേഡ് യൂണിയനുകളെ വരട്ടാനും ട്രേഡ് യൂണിയനുകളെ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനൊന്നും തയ്യാറല്ല. പിന്നെ ഞങ്ങൾ ചർച്ച ചെയ്താലുള്ള കുഴപ്പം എന്താ അറിയോ? ഞാൻ ഈ കാര്യങ്ങളിൽ ചർച്ച വേണ്ട എന്ന് പറയാനുള്ള കാരണം, എഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ അത് നടപ്പാക്കാൻ ഞങ്ങൾക്ക് പ്രായമുണ്ട്, ഞങ്ങൾ നടപ്പാക്കും. ഇല്ലെങ്കിൽ ഇവർ ഓടും. ഇവരിതൊക്കെ ഇട്ടിട്ട് ഓടേണ്ടി വരും. അതുപോലെ തന്നെ ഗവൺമെന്റ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചാൽ ആ മുഖ്യമന്ത്രിക്ക് ഈ ഗവൺമെന്റ് നടപടി നടപ്പാക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ ഒരൊറ്റ തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, ഈ ഗവൺമെന്റിന് അതിനുള്ള ശേഷി ഉണ്ട് എന്നാണ് ആവർത്തിച്ച് ആർ ചന്ദ്രശേഖരൻ പറയുന്നത്. ചന്ദ്രശേഖരന്റെ മനസ്സിൽ എന്താണ് എന്ന് അറിയില്ല. പക്ഷേ ഇതിലെന്തോ ഒരു രാഷ്ട്രീയം കിടന്ന് കളിക്കുന്നുണ്ടല്ലോ. താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? രാവിലെ എൻ്റെ കയ്യിൽ അതിൻ്റെ പൂർണ്ണമായ ഡോക്യുമെൻ്റ് ഉണ്ട്, എന്താണ് അവർ പറഞ്ഞത് എന്നത് സംബന്ധിച്ച്. വൈകുന്നേരം അവർക്ക് അതിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല. കാരണം വന്നവരും പോന്നവരും എല്ലാം തന്നെയും ആ വിഷയത്തിൽ പ്രതികരിച്ച് ആ വിഷയത്തിൽ അവർക്ക് എന്താണോ അവർ ഉദ്ദേശിച്ചത് ആ നിലപാടിൽ എത്താൻ കഴിയാത്ത വിധത്തിൽ അവരെ സമ്മർദ്ദത്തിലാഴ്ത്തി എല്ലാ പ്രതികരണങ്ങളും. വൈകിട്ടാവുമ്പോഴേക്കും തീരുമാനം മാറ്റുകയും ചെയ്തിരിക്കും. ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ്? ഇങ്ങനെയൊക്കെ നടക്കുമോ കേരളത്തിൽ? ഒരു PLC യോഗത്തിൽ തീരുമാനിക്കുക 301 രൂപ, അതും ദീർഘമായ ഒരു സമരത്തിൻ്റെ, ഒരു പൊമ്പിള ഒരുമ പോലുള്ള ഒരു വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അത് ട്രേഡ് യൂണിയനുകൾ ഏറ്റെടുക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ട്രേഡ് യൂണിയനുകൾ കർശനമായ നിലപാട് വെക്കുന്നു. ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ PLC യോഗം വിളിച്ചു ചേർക്കുന്നു. മുഖ്യമന്ത്രി തന്നെ തീരുമാനം പ്രഖ്യാപിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ തൊട്ടടുത്ത് ഈ പറയുന്ന പ്ലാന്റേഷൻ ഉടമകളിരിക്കുന്നു. എന്നിട്ട് ഇന്ന് പറയുക രാവിലെ അത് ഞങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയുക, വൈകുന്നേരം ആകുമ്പോഴേക്കും നടപ്പാക്കാമെന്ന് പറയുക. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം? എനിക്ക് തോന്നുന്നു അത് അനവസരത്തിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു തോട്ടമുടമകൾ നടത്തിയത്. ഒരു പക്ഷേ നമുക്ക് ജനങ്ങൾക്ക്, സാധാരണക്കാർ, നമ്മൾ മാധ്യമങ്ങളും വ്യാഖ്യാനിച്ചേക്കാം ഇത് ഗവൺമെൻറ് ബലഹീനമായതുകൊണ്ട്, പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം UDFിനുണ്ടായ ഒരു ബലഹീനത, ബാർക്കോഴ വിവാദം ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ തോട്ടമുടമകൾ ഇങ്ങനൊരു പ്രസ്താവന നടത്തിയത് ബലഹീനമായ ഗവൺമെൻറ്റിനെ ഒന്ന് മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾ കുറച്ചും കൂടെ ശക്തമായിട്ട് ഉന്നയിക്കാൻ അടുത്ത ദിവസം നടക്കുന്ന യോഗത്തിൽ കഴിഞ്ഞേക്കും എന്ന് വിചാരിച്ചിട്ടാവണം. അങ്ങനെ ഒരു പക്ഷേ നമ്മൾ വ്യാഖ്യാനിച്ചാൽ ജനങ്ങളെ, മാധ്യമപ്രവർത്തകരെ, മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷേ ഏതായാലും അവർ പിൻവലിച്ചല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് അത് വിടാം. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഈ കാര്യത്തിൽ കുറച്ചും കൂടി ശുഷ്കാന്തി കാണിക്കേണ്ടതായിരുന്നു എന്നാണ് അർത്ഥം. ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ്. പെമ്പിളായി ഒരുമയുടെ സമരം, തൊഴിലാളികൾ ആകെ കൂടി ആവശ്യപ്പെട്ട കാര്യങ്ങൾ,
അത് ന്യായമാണ് എന്ന സമൂഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ വഹിച്ച പങ്ക്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് പല കാര്യങ്ങളിലും ഒത്തുതീർപ്പ് വ്യവസ്ഥ നടപ്പിലാക്കുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു മേൽനോട്ടം ഉണ്ടാവേണ്ടിയിരുന്നു. അത് പക്ഷേ തിരഞ്ഞെടുപ്പാണെന്നൊക്കെ പറയാം. എങ്കിൽ പോലും തോട്ടമുടമകൾക്ക് കുറേ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അവരുടെ എല്ലാ തോട്ടങ്ങളും ലാഭത്തിലല്ല നികേഷ്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ടാറ്റ ടീ പോലെയുള്ള ചില സ്ഥാപനങ്ങൾ മാത്രമേ, ചില തോട്ടങ്ങൾ മാത്രമേ വലിയ ലാഭത്തിലേക്ക് പോകുന്നുള്ളൂ. കൊച്ചു കൊച്ചു ഇടത്തരം തോട്ടങ്ങളുണ്ട്, നഷ്ടമായ വിളകളുണ്ട്. റബ്ബർ ഉദാഹരണത്തിന്, റബ്ബർ കൃഷി എവിടെയാണ് ലാഭമുള്ളത്? എല്ലാവർക്കും അറിയാൻ നഷ്ടത്തിലാണ് നടക്കുന്നതെന്ന്. പക്ഷേ എന്നാലും തൊഴിലാളികളുടെ ശമ്പളം, അതേപോലെ പല മേഖലകളിലും ഈ ഒരു പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് തോട്ടമുടമകൾക്ക് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഗവൺമെൻറ് മുമ്പിൽ. അത് ചെയ്യാവുന്നതൊക്കെ ചെയ്തു കൊടുക്കാനും കൂടി ഗവൺമെൻറ് ശ്രമിക്കേണ്ടതായിരുന്നു. എന്തൊക്കെയാണെങ്കിലും അടുത്ത ദിവസം PLC മീറ്റിംഗ് നടക്കുമ്പോഴേക്ക് ഇത്തരം കാര്യങ്ങളും തൊഴിലാളികളുടെ ആവശ്യങ്ങളും അത് കൃത്യമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് തോട്ടമുടമകൾ ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ്. ഇന്ന് വിനയരാഘവൻ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി പറയുന്നു. നിങ്ങൾ ആദ്യം 500 രൂപയാണ് ചോദിച്ചത്, പിന്നീടാണ് ഓരോ ഘട്ടത്തിലും അത് 301 രൂപയിലേക്ക് കലാശിച്ചത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഈ വിഷയത്തിൽ ഒത്തുതീർപ്പാക്കണം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമായിരുന്നു തോട്ടം ഉടമകളോട്. നിങ്ങളോട് ആ വിഷയത്തിൽ എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ ശ്രീമതി ലിസി സണ്ണി? ഞങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇത്രയും സമരം ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് റോട്ടിൽ പട്ടിണിയും പാടുമായിട്ട് കിടന്ന് ഞങ്ങളുടെ കഷ്ടപ്പാട് ഇത്രയും ഉണ്ടായിട്ടും ഇത് ഒരു തീരുമാനത്തിലെത്താൻ 9 മാസത്തെ ചർച്ച നടത്തിയിട്ടും ഇവർക്കിത് ഇനിയും ഞങ്ങൾക്ക് ഈ കൂലി കൊടുക്കുന്ന കാര്യത്തിൽ കമ്പനിയും ഗവൺമെന്റും ഇങ്ങനെ പ്രയാസപ്പെടുന്ന എന്തുകൊണ്ടാണെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതായത് ഞങ്ങളുടെ കമ്പനി ഈ ഇത്രയും നശൂലം വന്നിട്ടും ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും വന്ന് ഞങ്ങളുടെ ഈ തോട്ടത്തിലെ മേഖലയിൽ നിങ്ങളൊന്ന് വന്ന് നോക്കണം. ആ കൊളുന്ത് മുഴുവനും വെട്ടിക്കളയാണ്, നശിച്ചു പോയി. കാട്ടിലേക്ക് കാല് വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാടാണ് മൊത്തം. ഇത്രയും നശിച്ചിട്ടും അവര് ഞങ്ങൾക്ക് ഇത്രയും നഷ്ടം വന്നിട്ടും ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കണ കാര്യത്തിൽ എന്തുകൊണ്ട് കമ്പനി പുറകോട്ട് പോകുന്നു? ഗവൺമെന്റ് എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു? ഞങ്ങളെ മനഃപൂർവ്വം കമ്പനിയും ഗവൺമെന്റും ട്രേഡ് യൂണിയനും ചേർന്ന് ഞങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് തന്നെ ഞങ്ങൾ പറയുള്ളൂ. ഇവിടെ അന്നത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൂലി വർധനവ് എന്ന് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു. ആ പ്രത്യേക സാഹചര്യവും നിബന്ധനകളും രാഷ്ട്രീയവും എല്ലാം വന്നതുകൊണ്ട് പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ആ വിഷയത്തിൽ നിന്ന് കടന്നു പോകാൻ വേണ്ടി ഒരു വേതനം പറഞ്ഞതാണ്. അത് മേഖലയ്ക്ക് താങ്ങാൻ കഴിയില്ല എന്നാണ് രാവിലെ വിനയരാഘവൻ പറയുന്നത്. ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമുണ്ടായിരുന്നു. ദയവായി തുടരുക ശ്രീ ജോസഫ് സി മാത്യു. അപ്പോഴത്തെ ഈ പൊമ്പിള ഒരുമയുടെ സമരത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടായിരുന്നു. മൂന്നാറിൽ അങ്ങനെ ഒരു സമരം ഉരുത്തിരിഞ്ഞു വരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പിൻവാങ്ങേണ്ടതുണ്ട്, അത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കേണ്ടതുണ്ട്, അക്രമ സമരമായി ഉയർന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൊട്ടടുത്ത് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മേഖല ആകെ തന്നെ ഈ വിഷയം വരികയാണ് എങ്കിൽ അത് ഗവൺമെൻറ്റിന് വലിയ തിരിച്ചടിയാകുമെന്ന അന്നത്തെ തോന്നൽ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ അന്നൊരു വെപ്രാളപ്പെട്ടുള്ള തീരുമാനത്തിലേക്ക് പോകാനുള്ള കാരണം എന്ന് മുഖ്യമന്ത്രി തന്നോട് പറഞ്ഞതായി ശ്രീ വിനയരാഘവൻ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അത് ആ ഘട്ടത്തിൽ ശരിയായിരുന്നു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. നികേഷ്, നമ്മൾ ഈ പ്രസ്താവനയുടെയും ഇപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെയും എന്താണ് ഇവരുടെ ഒരു ഡിസൈൻ എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സത്യത്തിൽ നമ്മൾ അന്ന് ചർച്ച നടത്തി കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഘട്ടത്തിൽ ഒരു കൂലി പ്രഖ്യാപിച്ചു. അത് കൊടുക്കുമോ ഇല്ലയോ, രാവിലെ കൊടുക്കില്ല എന്ന് പറഞ്ഞു, ഇപ്പോൾ കൊടുക്കുമെന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറം ഈ കഴിഞ്ഞ 2 മാസമായിട്ട് ഈ ദിവസക്കൂലിയാണിത്. അത് കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടാണ് PLC യോഗത്തിൻ്റെ തലേദിവസം ഇത് കൊടുക്കാൻ കഴിയുന്നതല്ല, ഇപ്പോഴും പറയുന്ന സ്ഥായിയായി പറയുന്ന ഒരു കാര്യം, അത് ഗഡുക്കളായി വേണമെങ്കിൽ കൊടുക്കാമെന്നാണ് ഈ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പറയുന്നത്. അതോടൊപ്പം ഇത് ഈ മേഖലയ്ക്ക് താങ്ങാൻ പറ്റുന്നതല്ല എന്നൊരു പ്രതീതി അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രീ വിനയരാഘവൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പ്ലാന്റേഷൻ ഉടമകൾക്ക് വേണ്ടി മാത്രമല്ല സംസാരിച്ചത്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേതനം പറയേണ്ട വന്നത് എന്ന് പറഞ്ഞാൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കമ്പൽഷൻ പ്ലാന്റേഷൻ ഉടമകൾക്കില്ല, അത് സർക്കാരിനാണ് ഉള്ളത്.
അപ്പോൾ ഒരു സർക്കാർ പ്ലാന്റേഷൻ ഉടമ മുന്നണിയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ മാറി പറയേണ്ടതും വന്നത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. ഇതിൻ്റെ പ്രശ്നം ഈ ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെ മുഖ്യമന്ത്രിയുടെയും ഒരു സ്വഭാവവും കൂടിയാണ് ഇത്തരം ചില ആനുകൂല്യങ്ങൾ വഴിവിട്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് പൊതുസമൂഹത്തെ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് സ്മാർട്ട് സിറ്റിയുടെ ചർച്ച എടുക്കാം. ഇത് വികസനത്തിൻ്റെ അവസാനത്തെ ബസ്സാണ്, നമ്മൾ മുണ്ടുമുറി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടിയുള്ള ഒരു ആനുകൂല്യ പാക്കേജ് സ്മാർട്ട് സിറ്റി കരാർ എന്നുള്ള രൂപത്തിൽ പ്രസൻറ്റ് ചെയ്തത്. ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വേതനം അവർ കൊടുത്തേ പറ്റൂ, അവർ ഒപ്പുവെച്ച കരാറാണ്. അവർ കൊടുത്തില്ലെങ്കിൽ പൊതുസമൂഹം പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർക്ക് വൈകിട്ട് തന്നെ അത് ഈറ്റപ്പ് ചെയ്യേണ്ടി വന്നത്. അവർ പക്ഷേ എന്തിനാണ് ഇങ്ങനെ ഒരു മുൾമുനയിൽ സമൂഹത്തെ നിർത്തുന്നത്, തൊഴിലാളികളുടെ കൂലിയിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നത്? അവർക്ക് ചില വഴിവിട്ട ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഈ സർക്കാർ പോകുന്നു, അതിനൊരു സംശയവുമില്ല. ആ ആനുകൂല്യങ്ങൾ, അതായത് ലാഭം അവർക്കും തോട്ടം നടത്തിപ്പിൻ്റെ ചെലവ്, പ്രത്യേകിച്ച് പ്ലാന്റേഷൻ ലേബർ ആക്ടിൽ വിഭാവനം ചെയ്തിരിക്കുന്നതും നാളിതുവരെ ഇവർ നിയമപരമായി വീഴ്ച വരുത്തിക്കൊണ്ട് തൊഴിലാളികൾക്ക് നിഷേധിച്ചതുമായ ആനുകൂല്യം സർക്കാർ കൊടുക്കണം എന്നുള്ള കാര്യമാണ് പറയാൻ വരുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, പൂട്ടിപ്പോയ തോട്ടങ്ങളിൽ ലയങ്ങൾ നന്നാക്കാൻ സർക്കാർ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യം, അത് ചെയ്തേ പറ്റൂ. കാരണം അവരുടെ സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൻ്റെയും കൂടെ കമ്മിറ്റ്മെൻ്റാണ്. പക്ഷേ ഭൂപരിധിക്ക് മുകളിൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് ഈ സർക്കാർ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വലിയ ആനുകൂല്യമാണ്. ആ ആനുകൂല്യം പറ്റുമ്പോൾ അവർക്ക് കൊടുത്തിരുന്നത് മറ്റ് തൊഴിൽ മേഖലകളിൽ ESI ഉള്ളപ്പോഴും ഇവിടെ അതില്ലാത്തതിൻ്റെ കാരണം ഇവർ ദേ ആർ കമ്മിറ്റഡ്, അവർക്കത് കൊടുത്തേ പറ്റത്തുള്ളൂ നിയമപരമായി. അതവർ കൊടുത്തില്ല എന്നുള്ളത് അവരുടെ വീഴ്ചയാണ്, അതവർ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതിൽ നിന്ന് അവർ മാറി നിന്നിട്ട് ആ ചിലവ് പൊതുസമൂഹത്തിൻ്റെ മുകളിലും സർക്കാരിൻ്റെ മുകളിലേക്കും കയറ്റി വെക്കാനായി പോകുന്നു. അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഈ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇതൊരു കൂട്ടുകച്ചവടമാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുക. തുടരുക. ശ്രീ ആർ ചന്ദ്രശേഖരൻ, ഇപ്പോൾ ശ്രീ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാണിച്ചതുപോലെ കൊടുക്കാമെന്ന് പറയുമ്പോൾ പോലും സ്റ്റാഗർ ചെയ്ത് തരണം എന്നാണ് അവസാനമായി പോലും വിനയരാഘവൻ ആവശ്യപ്പെടുന്നത്. 3 കൊല്ലം 4 കൊല്ലം കൊണ്ട് 301 രൂപയാക്കി തരാം. ആദ്യം 232 രൂപയായിരുന്നു, അതിനി ഒരു 10-20 രൂപ കൂട്ടുന്നു, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 30 രൂപ കൂട്ടുന്നു. എന്ന നിലയിൽ 4 വർഷം കൊണ്ട് 301 ആക്കുന്നതിനെ സർക്കാർ സഹായിക്കണം. അങ്ങനെയാണ് തരാം, അല്ലെങ്കിൽ കൂലി കൂട്ടി കൊടുക്കാം PLC യോഗത്തിൻ്റെ തീരുമാനപ്രകാരം. പകരം ഈ DA അടക്കമുള്ള കാര്യങ്ങൾ നാളെ ഇപ്പോൾ 100 രൂപ വരെ വീണ്ടും കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ നീങ്ങുന്നു, അത് ഒഴിവാക്കി തരണം. മറ്റ് ടാക്സ് ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ തന്നെ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ വിനയരാഘവൻ തോട്ടം ഉടമകളുടെ മാത്രം വക്കാലത്തല്ല എടുത്തിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ കൂടി വക്കാലത്താണ്. സമാനമായ വിധത്തിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ നാളെ തൊഴിൽ മന്ത്രിയോ വിനയരാഘവന്റെ വക്കാലത്ത് കൂടി ഏറ്റെടുക്കാൻ ഇടയില്ലേ? വൻപിച്ച തോതിലുള്ള തൊഴിലാളി പ്രക്ഷോഭം INTUC-യും CITU-യും അടക്കമുള്ള സംഘടനകൾ നടത്താൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. കാരണം എഗ്രിമെന്റ് ഉണ്ടായാൽ അത് നടപ്പാക്കുന്നതിന് വേറെ യാതൊരു വാദഗതികളും സാധ്യമല്ല. ഇവിടെ പ്രശ്നം ഗവൺമെന്റ് ഇങ്ങനെ ഒരു കരാറുണ്ടെങ്കിൽ അത് നടപ്പാക്കണം. ഇവിടെ ജോസഫ് സി മാത്യു പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ചില കാര്യങ്ങളൊക്കെ സത്യസന്ധമായി തന്നെ പറഞ്ഞതാണ്. ഇതിന്റെ ദുരൂഹതകളിലേക്കോ കഴിഞ്ഞ കാലങ്ങളിലേക്കോ ഒന്നും നമ്മൾ ഇനിയിപ്പോ പോയിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ഈ മേഖലയിലെ തൊഴിലാളികളെ മാനേജ്മെന്റുകളും കാലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റുകളും കർശനമായി വല്ലാതെ ചൂഷണം ചെയ്യുകയായിരുന്നു. കാരണം ഈ ഗവൺമെന്റുകൾ ഇൻസ്പെക്ടർമാരെ വെക്കാനും നിയമപരമായ നടപടികൾ എടുക്കാനും അവർ ആ ലേബർ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ ബലഹീനപ്പെടുത്തിയിരുന്നു. ഒന്ന്, മാനേജ്മെന്റുകൾ കിട്ടാവുന്ന മുഴുവൻ എല്ലാ ആനുകൂല്യങ്ങളും പലതരത്തിലും ലാഭമുണ്ടാക്കാനും ലാഭക്കൊതി മാത്രമായി അവർ നടത്തിയിരുന്നു. വൻപിച്ച ലാഭമുണ്ടായിരുന്നപ്പോൾ അവർ ഈ തൊഴിലാളികൾക്ക് എന്ത് കൊടുത്തു? ഈ ഭൂമി മുഴുവനും കൈവശം വെക്കുന്നതിന്റെ ആനുകൂല്യം കേരള സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കിട്ടേണ്ടത് കൊടുത്തിട്ടുണ്ടോ? അവരവരുടെ മനസാക്ഷിയോടും കൈവച്ചുകൊണ്ട് ചോദിക്കണം. ഇവിടെ ഇപ്പോൾ ആവശ്യം കരാറുണ്ടാക്കി 301 രൂപ ഞങ്ങൾക്ക് തൃപ്തികരമല്ലല്ലോ, ഒരു ട്രേഡ് യൂണിയനും തൃപ്തികരമല്ല. പക്ഷേ അവിടെ ഇപ്പൊ പെമ്പിളെ ഒരുമയെ വിളിച്ച് നമ്മൾ ചാനലുകളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് അവരുടെ വളരെയേറെ സഹാനുഭൂതിയുള്ള ഒരു വ്യക്തിയാണ്. കാരണം അളമുട്ടിയപ്പോൾ ചേരയും കടിക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് ആ സ്ത്രീ തൊഴിലാളികൾ സംഘടിച്ച് രംഗത്ത് വന്നത്. പക്ഷെ അവര് ആ സംഘടിച്ച് വരുമ്പോൾ തന്നെ 500 ചോദിച്ചവർ 20% ബോണസ് ഞങ്ങളൊന്നും അറിയാതെ തന്നെ പ്രഖ്യാപിച്ചൊരു ഗവൺമെന്റിന്റെ മുമ്പില് അവരെ വിളിച്ച് കൈകാര്യം ചെയ്തിട്ട് ട്രേഡ് യൂണിയനുകളേക്കാൾ മുമ്പില് അവരെ 500-ൽ താഴെ വരാനും എങ്ങനെ വേണമെങ്കിലും സെറ്റിൽ ചെയ്യാനും തയ്യാറായി എന്ന് പറയുന്നത് സംഘടനാപരമായ അവരുടെ നിലനിൽപ്പിന്റെ ദൗർബല്യം തന്നെയാണ്.
ഇവിടെ പോട്ടെ, അതൊക്കെ പോട്ടെ. 301 രൂപ കൂലി തീരുമാനിച്ചിട്ട് ആ 301 രൂപ പിറ്റേ ദിവസം നടപ്പാക്കിക്കൊണ്ട് ഈ ഗവൺമെന്റിനോട് പറയേണ്ട കാര്യങ്ങൾ പറയുക എന്നതാണ് അന്തസ്സായ APKയുടെ പ്രവർത്തനങ്ങൾ, അല്ലെ മാനേജ്മെന്റുകളുടെ പ്രവർത്തനം. അത് മാറ്റിവെച്ചുകൊണ്ട് ട്രേഡ് യൂണിയനുകളെ കൂടി സമ്മർദ്ദത്തിലാക്കാൻ ഇവിടെ ആരെങ്കിലും പറയുന്നത് പോലെ ഗവൺമെന്റിന്റെ അജണ്ടയോ മാനേജ്മെന്റ് അജണ്ടയോ അതൊന്നും ഏറ്റെടുക്കാനൊന്നും വിനയരാഘവനെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. തുടരുക. ശ്രീ വിനയരാഘവൻ, താങ്കളിലേക്ക് തന്നെ ഞാൻ വരികയാണ്. ആദ്യം വനിതാ നേതാവിനെയും പോലീസിനെയും ഉപയോഗിച്ച് മൂന്നാറിലെ പൊമ്പിളെ ഒരുമയെ മുഖ്യമന്ത്രി കയ്യിലെടുക്കുന്നു. പിന്നീട് PLC യോഗങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയാതെ പിരിയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുന്നു. അവസാനം താങ്കൾ അടക്കമുള്ളവർ പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയും തൊഴിൽ മന്ത്രിയും 301 എന്ന നിലയിൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ താങ്കൾ ഇന്ന് പറയുകയാണ് അന്നത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് എന്ന് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു എന്ന്. അന്നത്തെ എന്ത് പ്രത്യേക സാഹചര്യമാണത്? അല്ല, അന്നത്തെ പ്രത്യേക സാഹചര്യം ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. കേരളം കാണാത്ത ഒരു സമരം, അതേപോലെ തന്നെ തോട്ടങ്ങൾ മുഴുവൻ 28 ദിവസം നീണ്ടു നിന്ന ഒരു സമരം, ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം, അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു അന്ന് ചർച്ച നടന്നുകൊണ്ടിരുന്നത്. അപ്പോ അന്നത്തെ ചർച്ചയിൽ സാമാന്യമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളെ വിട്ടെടുത്ത ഒരു തീരുമാനമാണ്. സാധാരണ നമ്മൾ എടുക്കുന്ന തീരുമാനം ഒരു ലോങ് ടേം സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഏത് വ്യവസായമായാലും നിങ്ങൾ ശരാശരി നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു 14, 15, 16% ആണ് ഒരു ലോങ് ടേം സെറ്റിൽമെന്റിൽ വരുന്നത്. എന്ന് വെച്ചാൽ വേരിയബിൾ DA ഉണ്ട്, അത് കൂടാതെയാണ് ഈ ലോങ് ടേം സെറ്റിൽമെന്റ് വരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യം കണ്ടിട്ടാണ് ഇത്രയും വലിയൊരു വർധനം. അതായത് പൊമ്പിളെ ഒരുമയുടെ അന്നത്തെ ഒരു സമര സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല എങ്കിൽ 301 നിങ്ങൾ സമ്മതിക്കില്ലായിരുന്നു. ഞങ്ങൾ സാധാരണ രീതിയിൽ ചെയ്യേണ്ട വർധനങ്ങൾ ഞങ്ങൾ സംസാരിക്കാനേ ഞങ്ങൾ തയ്യാറായിരുന്നുള്ളൂ. ഈ പെൺപിള്ള ഒരുമയുടെ സമരം വന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു വർധനത്തിന് ഒരു വഴിയായത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും എതിർപ്പൊന്നുമില്ല പറയാൻ. പക്ഷേ അങ്ങനെ ഒരു വന്നപ്പോ ഇന്നത്തെ നിലവാരം, ഈ വ്യവസായത്തിന്റെ നിലവാരം അന്ന് കണക്കിലെടുക്കാണ്ട് ഒരു വർധനത്തേക്ക് മാറി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിഷമം. ഞങ്ങൾക്ക് ഈ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നതിൽ ഒരു വിരോധം ഉണ്ടായിട്ടല്ല. പക്ഷെ അതേ സമയത്ത് ഈ പറയുന്ന ശമ്പളം കൂട്ടിക്കൊടുക്കാനുള്ള അതിനൊരു സൗകര്യം, അതിനുള്ളൊരു വഴി ഞങ്ങൾ കാണുന്നില്ല. അന്ന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ എത്തി നിൽക്കുന്നത് മറ്റൊരു സമ്മർദ്ദമായിരുന്നോ? മുഖ്യമന്ത്രി ആ നിലയിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്, നമുക്ക് അധികം കളിച്ചു നിൽക്കാൻ സമയമില്ല എന്ന് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരോ നിങ്ങളെ ധരിപ്പിച്ചിരുന്നോ? അങ്ങനെയൊന്നുമില്ല, അതൊന്നുമില്ല. സർക്കാർ അതിപ്പോ നമുക്ക് എല്ലാവരും ഇപ്പൊ ഇലക്ഷന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തല്ലേ. ഈ പെൺപിള്ളയുടെ സമരം പെട്ടെന്നല്ലേ തുടങ്ങിയത്. ഞങ്ങൾ ഓഗസ്റ്റ് 26-ാം തീയതി ഇല്ലെങ്കിൽ തന്നെ PLC കൂടാൻ വേണ്ടി ഇരുന്നതാണ്. അതിന്റെ കുറച്ചു ദിവസം മുമ്പാണ് ഈ സമരം തുടങ്ങുന്നത്. ആ സമരം വന്നു, അതും എല്ലാം കൂടി ഒരു കോയിൻസിഡൻസ് ആയി മാറിപ്പോയതേ ഉള്ളൂ. ഇലക്ഷനും ഈ സമരവും തോട്ടങ്ങളിലുള്ള സമരം എല്ലാം ഒരു കോയിൻസിഡൻസ് ആയി വന്നു പോയതേ ഉള്ളൂ. പക്ഷെ അതൊന്നും ആയിരുന്നില്ല കാരണം. തീർച്ചയായിട്ടും അന്നുണ്ടായിരുന്ന ആ പ്രക്ഷോഭ നിലവാരം മാറ്റിയെടുക്കാനും അന്നുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ റീസൺസ്, എല്ലാവർക്കും ട്രേഡ് യൂണിയൻസ് ആയാലും മാനേജ്മെന്റ് ആയാലും സർക്കാരായാലും എല്ലാവരും ഒരു പ്രതിസന്ധിയിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു കാലം, അതിനൊരു പോംവഴി കാണാൻ വേണ്ടി ഒരു വർധനം ആണ് അന്ന് ചീഫ് മിനിസ്റ്റർ അന്ന് സജസ്റ്റ് ചെയ്തത്. തീർച്ചയായിട്ടും അത് വന്നിട്ട് സാധാരണ നോർമൽ കേസിൽ അത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ശ്രീ AK ബാലൻ, കേട്ടല്ലോ, പൊമ്പിള ഒരുമയുടെ സമ്മർദ്ദം തന്നെയായിരുന്നു 301 എത്താനുള്ള കാരണം. അല്ല, ഇതില് ഞാൻ മിസ്റ്റർ നികേഷ്, ഞാൻ ഒരു കാര്യം പറയാം. നാളെ ഈ ഗവൺമെന്റ് ഒരു ഓർഡിനൻസ് കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചാൽ ഈ ഭൂമിയെല്ലാം ഏറ്റെടുത്ത് തൊഴിലാളികളുടെ സൊസൈറ്റികൾക്ക് കൊടുക്കാനാണ് ഞങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ പ്ലാന്റേഷൻ കോർപ്പറേഷനാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയാൽ ഈ 300 അല്ല 500 എത്തുക, യാതൊരു സംശയവും വേണ്ട. 500 ആയിരുന്നല്ലോ ആദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ആദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 500 രൂപ ബോണസും 20% ബോണസും പിന്നെ 500 രൂപ മിനിമം കൂലിയും പറഞ്ഞതല്ലേ. പിന്നെന്താന്ന് പറഞ്ഞാൽ ഈ തീരുമാനം എടുത്ത മന്ത്രിമാർ തന്നെ ഇവരോട് പറഞ്ഞാൽ നിങ്ങൾ വിനയരാഘവനോട് ഒന്ന് സ്വകാര്യമായിട്ടൊന്ന് ചോദിക്കൂ. എത്ര മന്ത്രിമാർ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ പറയുന്നതൊക്കെ തന്നെ കറക്റ്റാണ്, ഇത്രയൊന്നും കൊടുക്കാൻ പറ്റില്ല, ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ട്രാപ്പിലായി പോയതാണ്, അത് നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. മന്ത്രി തന്നെ പ്രകടമായിട്ടൊരു ഘട്ടത്തിൽ പറഞ്ഞില്ലേന്ന്. ഈ സന്ദേശമല്ലേ ഇവർക്ക് പോയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയത്ത് ഈ മേഖലയിൽ ക്രൈസിസ് ഉണ്ടായിരുന്നു, പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഞങ്ങളെങ്ങനെ തീർത്ത് 23 തോട്ടങ്ങൾ അന്ന് പൂട്ടിയതാ. ആ 23 തോട്ടം തോർപ്പിച്ച് എങ്ങനെയാണെന്നറിയോ?
ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു. കുടിശ്ശിക എഴുതി അങ്ങ് തള്ളി. ഇവർ തരേണ്ട കുടിശ്ശിക വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെയാ തുറപ്പിച്ചത്. ആ രൂപത്തിൽ ഇവരിപ്പൊ പറയണം ഗവൺമെന്റ് എന്ത് ഓഫറാണ് ഇവർക്ക് കൊടുത്തത്, ആ ഓഫറിന്റെ ഭാഗമായി എന്തൊക്കെയാണ് ചെയ്യാൻ ബാക്കിയുള്ളത്, എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളാണ് ശ്രീ വിനയരാഘവൻ, ശ്രീ എ കെ ബാലൻ പറയുന്നത്. ഒന്ന്, ഗവൺമെൻറ് വളരെ കൂലി കുറച്ചു കൊടുക്കാൻ നിങ്ങളുമായി ഒത്താശ ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ 500-ൽ നിന്നും 301-ലേക്ക് കാര്യങ്ങൾ താഴ്ത്തിയെടുത്തത്. രണ്ട്, ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞാൽ 300 അല്ല 500 കൊടുക്കാനും മാനേജ്മെൻറ്റുകൾ തയ്യാറാകും. നിതീഷ്, ഞാൻ ഒന്ന് പറയട്ടെ. 500 കൊടുക്കണം എന്നുള്ളൊരു ഓർഡിനൻസ് ഇറക്കുകയാണ് സർക്കാർ ഏറ്റെടുക്കാൻ പോകണം പറഞ്ഞ് ഞങ്ങളെ നിർബന്ധിച്ച് 500 കൊടുത്താൽ വ്യവസായം നടക്കണ്ടേ? ശ്രീ ബാലൻ പറഞ്ഞ പോലെ ഒരു ദിവസം ശമ്പളം കൊടുക്കണ്ടേ? 2 മാസം കഴിഞ്ഞിട്ട് 500 രൂപ ശമ്പള വർധനവും വെച്ചുകൊണ്ട് ഈ പറഞ്ഞ തോട്ടങ്ങളൊക്കെ എത്ര തോട്ടം നടന്നു? വണ്ടിപ്പെരിയാറിൽ തോട്ടങ്ങൾ പൂട്ടിക്കിടക്കണ്ടായിരുന്നില്ലേ? അന്നേ സമയത്ത് ഈ ശ്രീ ബാലൻ അവിടെയായിരുന്നു. എന്തേ അത് മാറ്റാൻ പറ്റിയില്ല? ഞാൻ പറഞ്ഞു വരുന്നത് ദയവ് ചെയ്ത് മനസ്സിലാക്കാനുള്ളത് ഇന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. തീർച്ചയായിട്ടും ശമ്പള വർധനം കൊടുക്കണം, അതിനെതിരെ അല്ല. അത് 300 ആയാലും 500 ആയാലും അത് വ്യവസായത്തിന് കൊടുക്കാൻ പറ്റിയ അതിന്റെ ഒരു സം ബേസിസിന് വേണം. ഒരു ഇന്നത്തെ 84 രൂപയും 82 രൂപയൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ഇത്രയും വരെ വർധനം കൊടുക്കാൻ പറ്റും എന്ന് വാദിക്കുമ്പോ നമ്മൾ അതിനെന്താ മറുപടി? ശ്രീ വിനയരാഘവൻ, അപ്പോൾ നിങ്ങളിപ്പോൾ കൊടുക്കാം എന്ന് മാറ്റി പറയുമ്പോഴും മനസ്സിലാക്കേണ്ടത് ശ്രീ വിനയരാഘവൻ, നിങ്ങൾ സ്റ്റാഗർ ചെയ്ത് കൊടുക്കാനേ കഴിയൂ എന്നാണോ ഗവൺമെന്റിനോട് നാളെ PLC മീറ്റിംഗിൽ പറയുക? ഞങ്ങളിത് പണ്ടേ ആവശ്യപ്പെട്ട കാര്യമാണ്. നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളൊക്കെ അങ്ങനെയാ ചെയ്തിരിക്കുന്നത്. അല്ല, നാളത്തെ യോഗത്തിൽ എന്താണ് തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്? സംസ്ഥാനം അസാമാണ്. ഇതിപ്പോ 2015 ജനുവരി 1 മുതൽ പുതിയ കൂലി കൊടുക്കുക എന്ന നിലയിലേക്കാണല്ലോ ധാരണയായിട്ടുള്ളത്. അത് സംഭവിക്കാൻ പോകുന്നില്ല. ശമ്പള വർധനം എത്രയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് മുതലാണെന്നുള്ളൊരു കാര്യത്തിൽ ഈ ചർച്ച ചെയ്തിട്ട് തീരുമാനം ഉണ്ടാക്കുള്ളൂ. ജനുവരി 1 മുതലാണ് എന്ന് പറഞ്ഞതിന് ഞങ്ങൾ ഇതൊരു പുതിയ വിഷയം തന്നെയാണ്. ഇത് ആര് പറഞ്ഞു ഇതിൽ നിന്ന് ഇവരെ പിൻവാങ്ങിയെന്ന്? ദയവായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ശ്രീ എ കെ ബാലൻ? അതായത് എപ്പോൾ കൂലി കൂട്ടണം എന്നത് സംബന്ധിച്ച് ഇതുവരെ ധാരണയായിട്ടില്ല. അതായത് ഇവർ പറയുന്നത് സ്റ്റാഗർ ചെയ്ത് 3 വർഷം കൊണ്ടോ 4 വർഷം കൊണ്ടോ മാത്രം കൂട്ടാവുന്ന തുകയാണ് ഈ 301 എന്നാണ്. അതിൽ നിന്ന് അവർ പിൻവാങ്ങിയിട്ടില്ല. അല്ല, അതിപ്പോ നടപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിലും എന്ന് മുതലാണെന്നുള്ള കാര്യം ചർച്ച ചെയ്തിട്ടില്ല. സർക്കാർ ഇപ്പൊ ചീഫ് മിനിസ്റ്റർ 301 കൊടുക്കണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ സ്റ്റാഗർ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തോന്നുന്നു. ആര് പറഞ്ഞു ഇവർ പിൻവാങ്ങിയെന്ന്? ഞങ്ങൾ കഴിഞ്ഞ മീറ്റിംഗിൽ ഒരു മിനിറ്റ്സും രേഖകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂലി കൂട്ടി കൊടുക്കാം. പക്ഷെ അത് 4 വർഷം കഴിഞ്ഞൊക്കെ ആയിരിക്കും. അത് ചർച്ച ചെയ്യണം. നികേഷ്, ഈ പറയുന്നത് മുഴുവൻ കളവാണ്. അതായത് PLC യോഗങ്ങളിൽ നമ്മളോട് തൊഴിൽ വകുപ്പ് മന്ത്രി തന്നെ നമ്മൾ റിപ്പോർട്ടറിൽ നടത്തിയ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, പല PLC മീറ്റിങ്ങുകൾ കഴിഞ്ഞിട്ടാണ് തീരുമാനം എടുക്കുന്നതെങ്കിലും എന്നാണോ കൂലി വർധനവ് ഡ്യൂ ആയത് അന്ന് മുതൽ അത് മുൻകാല പ്രാബല്യത്തോടു കൂടി കൊടുക്കും എന്നുള്ളതാണ് അത് സംബന്ധിച്ചുള്ള തീരുമാനം. അതാണ് കീഴ്വഴക്കം. ഇതിന് മുൻപ് നടത്തിയ വർധനവിൽ അത് കുറച്ചു കാലം അങ്ങനെ എഴുതി തള്ളി ഇത്ര നാളത്തെ മതി എന്നൊരു തീരുമാനം എടുത്തിരുന്നു. ഇപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് നീട്ടിക്കൊണ്ടു പോവുക, ഇതിന്റെ ഡ്യൂസ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിനൊക്കെയുള്ള ശ്രമവും ഇതിന്റെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതല്ല. ഇവിടെ വലിയൊരു പ്രതിസന്ധിയാണെന്ന് സൃഷ്ടിക്കുക. കേന്ദ്ര സർക്കാർ 100% FDI ഈ പ്ലാന്റേഷൻ സെക്ടറിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ സൃഷ്ടിക്കുക. ഇങ്ങനത്തെ പല ഉദ്ദേശങ്ങൾ, യഥാർത്ഥത്തിൽ ദുരുദ്ദേശങ്ങൾ ഇവരുടെ ഈ പറച്ചിലിന് പിന്നിലുണ്ട്. 100% FDI ഒന്നും പ്ലാന്റേഷൻ മേഖല ജന്മകാലത്ത് വരാൻ പോകുന്നില്ല. തേയിലയിൽ 12 കൊല്ലം മുമ്പ് നടപ്പിലാക്കിയതാണ് 100% FDI. ഇത്രയും കാലം FDI വന്നില്ലല്ലോ. ഇല്ല, FDI പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. 100% FDI പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. മനോക്കോട്ടൊക്കെ ഇരിക്കാന്നല്ലാണ്ട് കാര്യങ്ങളൊന്നും നടക്കില്ല. ഇത് മനക്കോട്ടയല്ല, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനമല്ലേ ശ്രീ വിനയരാഘവൻ? അതെ, നിതീഷ് സാറേ, ശരിയാണ് നിതീഷ്. നോക്കൂ, 12 കൊല്ലം മുമ്പ് തേയിലയിൽ പറഞ്ഞു FDI ഉണ്ടെന്ന്. ഏതെങ്കിലും ഒരു നിക്ഷേപം വന്നോ? അല്ലല്ല, നിക്ഷേപം വന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പ്ലാന്റേഷൻ മേഖലയിൽ 100% വിദേശ നിക്ഷേപം എന്ന നിലയിൽ ഗവൺമെൻറ് നയപരമായ തീരുമാനം എടുത്തിരിക്കുന്നു. അത് നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനൊരു കൺഡ്യൂസീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക എന്നുള്ളതിന് വേണ്ടിയാണ് നിങ്ങൾ ഈ വാശി പിടിക്കുന്നത്. ഞങ്ങളിവിടെ പവർഫുള്ളാണ് എന്ന് തെളിയിക്കുന്നത്, ഇത് പ്രോഫിറ്റബിൾ ബിസിനസ്സാണ് എന്ന് കാണിക്കുന്നത്.
അല്ലല്ലല്ല, ഞങ്ങൾ പ്രോഫിറ്റബിൾ ബിസിനസ്സേ അല്ല. ഞങ്ങളുടെ ബാലൻസ് ഷീറ്റ് ഏത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളൂ. പ്ലാന്റേഷൻ നടത്തുന്ന കമ്പനികളുടെ, മാർക്കറ്റിംഗ് കമ്പനികളുടെ അല്ല ഞാൻ പറയുന്നത്. പ്ലാന്റേഷൻ നടത്തുന്ന കമ്പനി എന്ന നിലയിലാണ് കണ്ണൻ ദേവൻ ചിത്രത്തിൽ വന്നത് പൊമ്പിള ഒരുമയുടെ. അന്ന് തന്നെ അവർ കാണിക്കുമ്പോൾ ഒരു പ്രോഫിറ്റബിൾ ബാലൻസ് ഷീറ്റാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ കമ്പനിയായ ഹാരിസനെ കുറിച്ച് പറയട്ടെ. ഹാരിസന്റെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കഴിഞ്ഞ 3 കൊല്ലത്തിൽ എടുത്ത് നോക്കിയാൽ 7 കോടിന്റെ മുകളിൽ ഒരു കൊല്ലവും കിട്ടിയിട്ടില്ല. 35 കോടിയാണ് കഴിഞ്ഞ കൊല്ലം നഷ്ടം. 35 കോടിയാണ് കഴിഞ്ഞ കൊല്ലം നഷ്ടം. എന്റെ മുന്നിൽ ഞാൻ ഹാരിസന്റെ ബാലൻസ് ഷീറ്റ് കണ്ടിട്ടില്ല, പക്ഷെ കണ്ടത് കണ്ണൻ ദേവന്റെ ബാലൻസ് ഷീറ്റാണ്. ഹാരിസൺസിന്റെ ബാലൻസ് ഷീറ്റ് നോക്കിക്കോളൂ. ഞാൻ എല്ലാവർക്കും അയച്ചു തരാം. 35 കോടിയാണ് കഴിഞ്ഞ കൊല്ലം ഹാരിസൺസിന്റെ നഷ്ടം. ഇക്കൊല്ലം സെപ്റ്റംബറിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. സെപ്റ്റംബറിന് ഓഡിറ്റഡ് റിസൾട്ട് വന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് നോക്കണം. ഇപ്പൊ തന്നെ 14 കോടി നഷ്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോ ശ്രീ ജോസഫ് സി മാത്യു, താങ്കളാണ് ആ വിഷയം ഉന്നയിച്ചത്. ഹാരിസൺ പോലും നഷ്ടത്തിലാണ്. ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലം കൈവശം വെക്കുന്ന ഹാരിസൺ ഈ നാട്ടിൽ നഷ്ടം സഹിച്ചാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ജോലി കൊടുക്കുന്നത് എന്ന പ്രത്യേക സാഹചര്യം താങ്കൾ മനസ്സിലാക്കണം. അങ്ങനെയല്ല, തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക മാത്രമല്ല, ഈ നിലപാട്, അതായത് തേയിലയുടെ വില ഇടിവ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ പിന്നെ ഹാരിസൺസിന്റെ പ്രത്യേക പല കാര്യങ്ങളുണ്ട് നഷ്ടത്തിന്. ഞങ്ങൾക്ക് സാധാരണ അഗ്രികൾച്ചർ ഓപ്പറേഷൻ പോലും ചെയ്യാൻ പറ്റുന്നില്ല, മരം മുറിക്കാൻ പറ്റുന്നില്ല, റീപ്ലാന്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കൊരു ബോറോ ചെയ്യാൻ പറ്റുന്നില്ല, പൊസഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പൊ ഹാരിസൺസിന്റെ കാര്യം പ്രത്യേകിച്ചുണ്ട്, അത് മാറ്റി നിർത്തൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്ലാന്റേഷൻ വ്യവസായം ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നടന്നു പോകുമ്പോൾ ദയവ് ചെയ്ത് അതിനെ കണിശമായിട്ട് അതേപോലെ കാഴ്ചയിൽ കണ്ടുകൊണ്ട് ചില സഹായങ്ങൾ ചെയ്തു തരണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അല്ലല്ല, ഈ അഭ്യർത്ഥന ചില അഭ്യർത്ഥനകൾ മാത്രമേ ഉള്ളൂ എന്ന് ശ്രീ വിനയരാഘവൻ താങ്കൾ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞപ്പോൾ എല്ലാവരും കരുതിയത് നിങ്ങൾ പിന്നോക്കം പോയി. അതായത് നിങ്ങൾ ഒരു സെക്കൻഡ്, ഞാൻ ഇത് പറഞ്ഞു തീർത്തോട്ടെ. 301 രൂപയാണ് ഒക്ടോബർ 15 PLC യോഗത്തിൽ തേയില പ്ലാന്റേഷനിൽ ഗവൺമെൻറ്റും പ്ലാന്റേഷൻ ഉടമകളും തമ്മിലുണ്ടാക്കിയ ധാരണ. ആ 301 രൂപ, ഒറ്റ ചോദ്യമേ ഉള്ളൂ, ആ 301 രൂപ നിങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറുണ്ടോ എന്ന് ഡേറ്റ് എപ്പോഴാണ്, എന്നാണോ ഈ പ്രാബല്യത്തിൽ വരേണ്ടത്, പുതിയ ശമ്പളം പ്രാബല്യത്തിൽ വരേണ്ടത് അന്നു മുതൽ നടപ്പിലാക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ പറഞ്ഞില്ലേ, പുതിയ ഈ ശമ്പളം നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിൽ യാതൊരു സംശയം ഒരാൾക്കും വേണ്ട. ശരി, മനസ്സിലായി. ഈ സർക്കാരിന്റെ മുമ്പിൽ ചീഫ് മിനിസ്റ്റർ പറഞ്ഞ 301 382 പിന്നെ കാപ്പി ഏലത്തിനൊക്കെ പറഞ്ഞു, അതെനിക്ക് ഓർമ്മ വരുന്നില്ല. ആ ശമ്പളങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങൾ ചുമതലപ്പെട്ടതാണ്, കടപ്പെട്ടതാണ്. തീർച്ചയായിട്ടും നടപ്പിലാക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. നടപ്പിലാക്കേണ്ട ദിവസം എന്നാണ്, എപ്പോഴാണെന്നുള്ള കാര്യങ്ങളൊക്കെ PLC യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണ്. തുടരുക. ശ്രീ ആർ ചന്ദ്രശേഖരൻ, താങ്കളുടെ സംഘടന അവിടെ യോഗത്തിൽ പങ്കെടുത്തതാണല്ലോ. ഇനിയൊരു PLC യോഗം കൂടി വേണം. എന്തിന്? എന്നു മുതൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കാൻ. അതായത് എവിടെയോ ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ജോസഫ് സി മാത്യു പറയുന്നത്. ആ ഡ്യൂ ഡേറ്റ് പ്രകാരമല്ല നടപ്പിലാക്കുക, ഇനി ഒരു ഡേറ്റ് തീരുമാനിക്കണം. അതിന് പറയുന്നത് 3-4 കൊല്ലമാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ല. യഥാർത്ഥത്തില് എഗ്രിമെന്റ് ടു എഗ്രിമെന്റ് വളരെ വളരെ തത്വപരമായി ഞാൻ പറയുന്നു. എഗ്രിമെന്റ് ടു എഗ്രിമെന്റ് there will be no gap. ഒരു ഗ്യാപ്പും INTUC സമ്മതിക്കുന്ന പ്രശ്നമില്ല. അതായത് ഏത് ഡേറ്റ് വെച്ച് വേണമെന്നാണ് താങ്കൾ ആവശ്യപ്പെടുന്നത്? 1/1/2015 മുതൽ കൃത്യമായി നടപ്പാക്കണം. ശ്രീ വിനയരാഘവൻ അതിന് തയ്യാറാണോ? 1/1/2015 മുതൽ 301 രൂപ തേയില തോട്ടങ്ങളിൽ നൽകാൻ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾക്ക് അത് നടപ്പിലാക്കാൻ തയ്യാറാണോ ചോദിച്ചാൽ ഞങ്ങൾക്ക് അതിന്റെ സാമ്പത്തിക സ്ഥിതി ഇന്നില്ല. നടപ്പിലാക്കാൻ കഴിയില്ല. ഓരോ തോട്ടങ്ങളിലും കോടികൾക്ക് ഇപ്പൊ ഇരുത്തിട്ട് അരിയേഴ്സ് കൊടുക്കാനുള്ള സാമ്പത്തിക കഴിവും സ്ഥിതിയും ഞങ്ങൾക്കില്ല. നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് ശ്രീ വിനയരാഘവൻ കേൾക്കൂ, നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് താങ്കൾ പറയുന്നത്. കഴിയില്ല എന്നല്ല, ഞങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി നടപ്പിലാക്കണമെന്ന് ഒരു തീരുമാനം വന്നാലും അത് നടപ്പിലാക്കാനുള്ള സാമ്പത്തിക. വിനയരാഘവൻ, ഇത് ഒക്ടോബർ 15 PLC മീറ്റിംഗിലെ തീരുമാനമാണ്, പുതിയൊരു ചർച്ചയല്ല നമ്മൾ ഇവിടെ തുടങ്ങുന്നത്. ഒക്ടോബർ 15 ശമ്പളത്തിന്റെ തീരുമാനമേ ആയിട്ടുള്ളൂ. ചന്ദ്രശേഖർ, താങ്കൾക്ക് തുടരാം. അത് ശമ്പളത്തിന്റെ തീരുമാനമെടുക്കുമ്പോൾ അത് കാര്യവിവരമുള്ള മുഖ്യമന്ത്രിക്ക്, പഴയ തൊഴിൽ മന്ത്രി കൂടിയായിരുന്ന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്.
ഒരു എഗ്രിമെന്റ് കഴിഞ്ഞ് അടുത്ത എഗ്രിമെന്റ് തുടങ്ങുന്നതിന് 1 മണിക്കൂറിന്റെ ഗ്യാപ്പ് INTUC സമ്മതിക്കുന്ന പ്രശ്നമില്ല. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1/1/2015 മുതൽ ഈ ശമ്പള പരിഷ്കരണം സാധ്യമാകില്ല എന്ന് ശ്രീ വിനയരാഘവൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കരാറാവുമ്പോൾ ഇതൊക്കെ എഴുതി ചേർക്കണ്ടേ ശ്രീ ചന്ദ്രശേഖർ? അതൊക്കെ മുഖ്യമന്ത്രിയോട് നിങ്ങൾ അതൊക്കെ മുഖ്യമന്ത്രിയോടെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ അല്ലേ ഈ മുഖ്യമന്ത്രി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കാരണം മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ച ഒരു കാര്യം, അതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊള്ളും. അതെന്തിനാ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്? അത് മുഖ്യമന്ത്രിയുടെ ബാധ്യതയാണ്. മുഖ്യമന്ത്രി അത് വേണ്ടതുപോലെ ചെയ്തോളും. ചെയ്തില്ലെങ്കിൽ മേൽ നടപടി കൈക്കൊണ്ടോളും. ഇല്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യും. ഇവിടെ ശ്രീ ജേക്കബ് ജോർജ്, ഒരു പിൻവാങ്ങൽ എന്തായാലും ഉണ്ട്. ഒരു കൺഫ്യൂഷൻ അവർ ഉണ്ടാക്കിയെടുത്തു. ദാ ഇപ്പോൾ ആ പിൻവാങ്ങലും സംഭവിച്ചിരിക്കുന്നു. ഇതൊരു ഒത്തുകളിയാണോ? അല്ല, ഇപ്പോൾ വ്യക്തമായി വിജയരാഘവൻ പറയുന്നത് ജനുവരി 1 മുതൽ പൂർവ്വകാല പ്രാബല്യത്തോട് കൊടുക്കാനാവില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയല്ല. കാരണം ഒരു കരാർ ഒപ്പിട്ടു ജനങ്ങളുടെ മുമ്പിൽ, കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമായതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറെ ശ്രദ്ധിച്ച കേരള സമൂഹം മുഴുക്കുകയും ഇടപെട്ട ഒരു സമരമായിരുന്നു. സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച കരാറിൽ വ്യവസ്ഥകൾ ഉണ്ടാവുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജനുവരി 1, കാരണം 2014 ഡിസംബർ 31 പഴയ കരാർ അവസാനിക്കുന്നത്. അപ്പോൾ ഒരു ലോങ് ടൈം കരാർ ഉണ്ടാകുന്ന ദിവസം മുതൽ തന്നെ അത് പ്രാബല്യത്തിൽ വരണം. നിയമപരമായിട്ട് രാഷ്ട്രീയമായിട്ട് അത് തന്നെയാണ് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. ഇത് മറിച്ച ഒരു അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും പഴയ സംഘർഷാവസ്ഥ ഈ തോട്ടം മേഖലകളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പേടിക്കുന്നത്. ആർ ചന്ദ്രശേഖർ, അങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഉത്തരവാദിത്വം സർക്കാരിനും മാനേജ്മെന്റിനും ആയിരിക്കും. സർക്കാരിനും മാനേജ്മെന്റിനും സർക്കാരിനും ഉണ്ടാവും അതിന്റെ ഉത്തരവാദിത്വം 100%. ശ്രീ ജോസഫ് സി മാത്യു, എങ്ങനെ പൂർത്തിയാക്കും താങ്കൾ ഈ ചർച്ച? നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ വിചാരിച്ചതുപോലെയല്ല, താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ, ശരിയാവണ്ണം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 1/1/2015 മുതൽ ഈ ശമ്പള വർധന നടപ്പിലാക്കാനാകില്ല. ഇത് പരമാവധി നീട്ടിത്തരണം. ഈ വർഷം വേണമെങ്കിൽ 20 രൂപ, അടുത്ത വർഷം വേണമെങ്കിൽ 30 രൂപ, അതിൻ്റെ അടുത്ത വർഷം വേണമെങ്കിൽ 30 രൂപ എന്ന നിലയിൽ ആകെ 301 എത്താം. നികേഷ്, ഇവിടെ ഒരു ഒത്തുകളിയാണ് വളരെ എവിഡൻ്റ് ആയിട്ട് പുറത്തു വരുന്നത്. നിയമസഭ വിളിച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് 28 ദിവസം തോട്ടം മേഖല സ്തംഭിച്ച അവസരത്തിൽ ഈ ഇവിടുത്തെ ഭൂപ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമസഭ വിളിച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് 2 പ്രാവശ്യം കത്ത് നൽകിയിട്ട് മറുപടി പോലും നൽകിയില്ല. അതിന് സമരത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് ഈ തീർപ്പിലേക്ക് എത്തിച്ചേർന്നത്. PLC മീറ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മുൻ പ്രസിഡൻസ് വെച്ചാൽ തന്നെ തീരുമാനമെടുത്താൽ മുൻകാല പ്രാബല്യത്തോടു കൂടി എഗ്രിമെന്റ് ഡേറ്റ് മുതൽ നടപ്പിലാക്കണം എന്നാണ് തീരുമാനം. നമ്മൾ മുൻപ് നടത്തിയ ഒരു ചർച്ചയിൽ ഇത് ചോദിച്ചപ്പോൾ തൊഴിൽ മന്ത്രി അസന്നിഗ്ധമായി നിങ്ങളുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതാണ് കീഴ്വഴക്കം, അങ്ങനെ നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പലതരം ഒത്തുതീർപ്പുകൾക്ക് ഇവിടം കൊണ്ട് തീരുന്നില്ല. നമ്മളിപ്പോൾ ചർച്ച ചെയ്യാത്ത, തൊഴിലാളികളെ സംബന്ധിക്കാത്ത, എന്നാൽ സർക്കാർ നൽകുന്ന ഇവരുടെ ചെലവ് നമ്മളുടെ ചെലവിൽ നടത്താനായി, പൊതുജനങ്ങളുടെ ചെലവിൽ ഈ തോട്ടം നടത്തുന്നതിനായിട്ട് ഭൂമി ഇപ്പോൾ തന്നെ നമ്മൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിലേക്ക് ആണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മൾ വളരെ ശ്രദ്ധയോടിരുന്നില്ലെങ്കിൽ നമ്മൾക്കും പൊതു ഖജനാവിനും വലിയ നഷ്ടമുണ്ടാകുന്ന രീതിയിലാണ് നീങ്ങുന്നത്. 2015 മുതൽ കൂലി വർധന നടപ്പാക്കാനാകില്ല എന്ന് വിനയരാഘവൻ അല്പം മുമ്പ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതായത് അവർ പിൻവാങ്ങി എന്ന തോന്നലാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അങ്ങനെ പിൻവാങ്ങാൻ പോകുന്നില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത്. ശ്രീ A.K. ബാലൻ, ഇത് കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ആത്മാഭിമാന ബോധത്തിന്റെ ചെറിയൊരംശം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ തീരുമാനിക്കണം ഈ പ്ലാന്റേഷൻ മുതലാളിമാര് ഈ പറഞ്ഞത് തെറ്റാണ്, ഇത് എഗ്രിമെന്റ് വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ്, ഇത് ഗവൺമെന്റിനോടുള്ള വെല്ലുവിളിയാണ്, തൊഴിലാളികളോടുള്ള വെല്ലുവിളിയാണ്, ഈ ജൽപ്പനങ്ങൾ നിങ്ങൾ നിർത്തണം എന്ന് പറയണം. നമ്പർ 1. നമ്പർ 2, പ്ലാന്റേഷൻ മേഖലയിൽ ക്രൈസിസ് ഉണ്ട്. ആ ക്രൈസിസ് പരിഹരിക്കുന്നതിന് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലുള്ള സമയത്ത് 23 തോട്ടങ്ങൾ ഞങ്ങൾ തുറപ്പിച്ചത് അവർ കൊടുക്കാനുള്ള ഇലക്ട്രിസിറ്റി കുടിശ്ശിക ഇലക്ട്രിസിറ്റി ബോർഡ് എഴുതി തള്ളുക ചെയ്തത്. ആ രൂപത്തിൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നേ വരെ പറഞ്ഞില്ലല്ലോ ഈ ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ. ഇന്ന രൂപത്തിൽ ഗവൺമെന്റ് ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു തരും എന്ന് പറഞ്ഞു. അത് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല.
അതിൻ്റെ അകത്താണ് ഞങ്ങൾക്ക് പ്രശ്നമുള്ളത്. അത് പറയട്ടെ, അല്ലെങ്കിൽ പറയണം ഇന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഗവൺമെന്റ് എടുത്ത തീരുമാനം അംഗീകരിക്കും. ഇത് ചതിയാണ്, ഇത് ഒരു വഞ്ചനയാണ്. ഇതൊരു ചതിയാണ്, വഞ്ചനയാണെന്നാണ് ശ്രീ കെ ബാലൻ പറഞ്ഞു വെക്കുന്നത്. അവസാനമായി ശ്രീ ചന്ദ്രശേഖർ, ഒരവസരം കൂടി താങ്കൾക്ക് ഡ്യൂ ഡേറ്റിൽ മുൻകാല പ്രാബല്യത്തോടുകൂടി 2015 ജനുവരി 1 മുതൽ കൂലി വർധന 301 ഉയർത്താൻ തയ്യാറല്ല എന്ന് പ്ലാന്റേഷൻ ഉടമകൾ വ്യക്തമാക്കിയ നിലക്ക് INTUC നിലപാട് എന്തായിരിക്കും? INTUC ശക്തമായ സമരം ആരംഭിക്കും. ആർക്കെതിരെ? എല്ലാ സംഘടനകളെയും കൂട്ടിയിണക്കി ട്രേഡ് യൂണിയനുകളുടെ ശക്തമായ ഐക്യം. ഈ ഗവൺമെന്റിനെതിരെ ആകും ആ സമരം. ഈ സമരം ഗവൺമെന്റിന് ഈ സമരത്തിന്റെ നിർവചനം ഇപ്പൊ തീരുമാനിക്കേണ്ട. ഗവൺമെന്റ് ഉണ്ടാക്കിയ കരാറ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി നിർബന്ധമായി നടപ്പാക്കും. നടപ്പാക്കിയില്ല എങ്കിൽ ഗവൺമെന്റിന്റെ നിലപാടിനെതിരെയും ഞങ്ങൾ സമരം ചെയ്യും. ഒരു സംശയം കരുതി വേണ്ട. ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? മുഖ്യമന്ത്രിക്കാണോ? മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും. AK ബാലൻ, ജേക്കബ് ജോർജ്, ജോസഫ് സി മാത്യു, ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സംസാരിച്ച R ചന്ദ്രശേഖർ, ലിസി സണ്ണി, വിനയരാഘവൻ, ATS അവർ പങ്കെടുത്തതിന് നന്ദി.